TLB's ബയോളജി ക്ലാസ്സസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ഹയർ സെക്കൻഡറി +2 സുവോളജി ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിലെ 6ാമത്തെ ഭാഗം വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ എന്ന ടോപ്പിക്കാണ്. എന്താണ് ഫെർട്ടിലൈസേഷൻ? സ്പേമും എഗ്ഗും തങ്ങളിൽ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ. മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ? എഗ്ഗും സ്പേമും തങ്ങളിൽ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ സ്പേമും എഗ്ഗും എന്ത് ചെയ്യണം? മീറ്റ് ചെയ്യണം, അല്ലേ? അതായത് ഡ്യൂറിംഗ് കോപ്പുലേഷൻ ഓർ കോയിറ്റസ് സെമൻ ഈസ് റിലീസ്ഡ് ബൈ ദ പെനിസ് ഇൻ ടു ദ വജൈന. ഇൻസെമിനേഷൻ എന്നുള്ള പ്രോസസ്സ്, അതായത് ശാരീരിക ബന്ധത്തില് അല്ലെങ്കിൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുമ്പോൾ, കോയിറ്റസിൽ ഏർപ്പെടുമ്പോൾ മെയില് പെനിസ് വജൈനയ്ക്കകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് ചെയ്യുന്ന പ്രോസസ്സാണ് ഇന്റർകോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് മെയില് ഇജാക്കുലേറ്റ് ചെയ്യും. ഇജാക്കുലേറ്റ് ചെയ്യുമ്പോൾ സെമൻ എന്ത് ചെയ്യും? വജൈനയ്ക്കകത്തേക്ക് എത്തും. ആ സെമനിനകത്ത് ആരുണ്ട്? മെയിൽ ഗമീറ്റ്സ് ആയ സ്പേം സെൽസ് ഉണ്ട്. During copulation, semen is released by the penis into the vagina. That process we call it as insemination. The motile sperms swim rapidly. Sperm cells മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതെന്ത് ചെയ്യുന്നു? വേഗത്തിൽ തന്നെ വജൈനയ്ക്കകത്ത് എത്തിക്കഴിയുമ്പോൾ അതെന്ത് ചെയ്യുന്നു? വേഗത്തിൽ സ്വിം ചെയ്ത് പാസ് ത്രൂ ദ സെർവിക്സ്, സെർവിക്സിലൂടെ അത് സ്വിം ചെയ്ത് എൻറ്റർ ഇൻ ടു ദ യൂട്രസ്, യൂട്രസിനകത്തേക്ക് എത്തുന്നു. ആൻഡ് ഫൈനലി റീച്ച് ദ ജംഗ്ഷൻ ഓഫ് ദ ഇസ്ത്മസ്. ഇവിടെ എത്തുക, ഇസ്ത്മസിലെത്തുകയാണ്. ആൻഡ് ആംബുല. ആംബുലെ, ഇസ്മസ് പാർട്ടുകളുടെ പേരുകൾ നമുക്ക് ഓർമ്മയുണ്ടാകും. ഇവിടെ ഫിംബ്രിയ എന്ന് പറയുന്ന പാർട്ടുണ്ട്, ആംബുലയുണ്ട്, അത് കഴിയുമ്പോൾ ഇസ്മസ് ഉണ്ട്. അപ്പൊ ആംബുലറി ഇസ്മിക് ജംഗ്ഷനിൽ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ എന്ന പ്രോസസ് നടക്കുന്നത്. ഫൈനലി റീച്ച് ദ ജംഗ്ഷൻ ഓഫ് ദ ഇസ്മസ് ആൻഡ് ആംബുല. ആ ആംബുലയും ഇസ്മസും ചേരുന്ന സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് ആംബുലറി ഇസ്മിക് ജംഗ്ഷൻ ഓഫ് ദ ഫാലോപ്പിയൻ ട്യൂബ്. ഫാലോപ്പിയൻ ട്യൂബിലെ ആംബുലറി ഇസ്മിക് ജംഗ്ഷനിൽ എത്തും. ദ ഓവം റിലീസ്ഡ് ബൈ ദ ഓവറി ഈസ് ആൾസോ ട്രാൻസ്പോർട്ടഡ് ടു ദ ആംബുലറി ഇസ്മിക് ജംഗ്ഷൻ. സ്പേം എത്തുന്നത് പോലെ തന്നെ ആരും എത്തും? ഓവറിയിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഓവത്തിനെ കളക്ട് ചെയ്തുകൊണ്ട് ഫിംബ്രിയ എന്നുള്ള ഒരു പാർട്ട് ഇവിടെ ഉണ്ട്, ഇവിടെ ഇൻഫിൻറ്റിബുലം ഉണ്ട്, ഇവിടെ ആംബുല ഉണ്ട്, അല്ലെ? ദ ഓവം റിലീസ്ഡ് ബൈ ദ ഓവറി ഈസ് ആൾസോ ട്രാൻസ്പോർട്ടഡ് ടു ദ ആംബുലറി ഇസ്മിക് ജംഗ്ഷൻ വെയർ ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ്. ഓർക്കുക, ഹ്യൂമൻ ബീയിങ്സില് എവിടെ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എന്ന് ചോദിച്ചാല് അത് യൂട്രസിനകത്ത് വെച്ചൊന്നും അല്ല നടക്കുക. ഓവിഡക്റ്റിലെ ആംബുലറി ഇസ്മിക് ജംഗ്ഷനിൽ വെച്ചാണ് ഹ്യൂമൻ ബീയിങ്സില് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഫെർട്ടിലൈസേഷൻ ക്യാൻ ഓൺലി ഒക്കർ ഇഫ് ദ ഓവം ആൻഡ് സ്പേംസ് ആർ ട്രാൻസ്പോർട്ടഡ് സൈമൾട്ടേനിയസ്ലി ടു ദ ആംബുലറി ഇസ്മിക് ജംഗ്ഷൻ. ഓവവും എഗ്ഗും ഒരേ സമയത്ത് എവിടെ എത്തണം? ഇവിടെ എത്തണം, ആംബുലറി ഇസ്മിക് ജംഗ്ഷനിൽ എത്തണം. എന്നാൽ മാത്രമേ ഹ്യൂമൻ ബീയിങ്സിൽ ഫെർട്ടിലൈസേഷൻ പ്രോസസ് നടന്ന് ഒരു കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാവുകയുള്ളൂ. ദിസ് ഈസ് ദ റീസൺ വൈ നോട്ട് ഓൾ കോപ്പുലേഷൻസ് ലീഡ് ടു ഫെർട്ടിലൈസേഷൻ ആൻഡ് പ്രഗ്നൻസി. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? എല്ലാ ശാരീരിക ബന്ധത്തിലും ഫലമായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല. എന്താ അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്? ഓവറിയിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഓവം എവിടെ എത്തണം? ഈ ജംഗ്ഷനിലെത്തണം, ആംബുലറി ഇസ്മിക് ജംഗ്ഷനിലെത്തണം. അതുപോലെ തന്നെ മെയിൽ ഇജാക്കുലേറ്റ് ചെയ്യുന്ന സെമനിലുള്ള സ്പേം സെൽസും ഇവിടെ എത്തണം. ഈ രീതിയിൽ എത്തിയാൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് നടക്കുകയുള്ളൂ. ഓവറിയിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഓവത്തിന് അത് ഇതിനകത്തേക്ക് മൂവ് ചെയ്യാൻ ആരംഭിക്കും. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിനകത്തേക്ക് മൂവ് ചെയ്യാൻ ആരംഭിക്കും. ഓവത്തിന് ഇവിടെ ഒരു ഫീമെയിൽ ജനൈറ്റൽ ട്രാക്റ്റിനകത്ത് ഒരു 1 ഡേ ലൈഫ് ഉണ്ട്, 24 മണിക്കൂർ ലൈഫ് ഇതിനകത്തുണ്ട്. അതുപോലെ സ്പേം സെൽസിന് 3 to 5 ഡേയ്സ് ലൈഫ് ഉണ്ട്. അപ്പോ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഈ
പറയുന്ന സ്പേം സെൽസ് ഇവിടെ ഉണ്ടാകണമെന്ന നിർബന്ധം ഇല്ല. അപ്പോൾ ആ സമയത്ത് ഉണ്ടായാൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. ഓവറിയിൽ റിലീസ് ചെയ്യപ്പെടുന്ന ഓവം ഇവിടെ എത്തുന്ന സമയത്ത് സ്പേം സെൽസും ഉണ്ടാകണം. എന്ന് പറഞ്ഞാല് സ്പേം സെൽസിന് 3 to 5 days ലൈഫ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതായത് ഓവം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നടന്നിട്ടുള്ള ശാരീരിക ബന്ധം വഴിയും എന്ത് ചെയ്യാം, ഫെർട്ടിലൈസേഷൻ നടക്കാം. ആ ഒരു ദിവസത്തിന്റെ ഒരു പ്രത്യേകത ഓർമ്മിച്ച് വെക്കുക. ഓവറിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഓവത്തിന് ഒരു 1 day ലൈഫ് ഉണ്ട്. അതുപോലെ തന്നെ സ്പേംസിന് ഒരു 3 to 5 days ലൈഫും ഉണ്ട്. അപ്പൊ ആ രീതിയിൽ സ്പേം സെൽസ് നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഓവുലേഷൻ നടന്നാലും മതി. This is the reason why not all copulations lead to fertilization and pregnancy. The process of fusion of sperm with an ovum is called fertilization. During fertilization, a sperm comes in contact with the zona pellucida layer of the ovum and induces changes in the membrane that block the entry of additional sperms. അതായത് നേരത്തെ നമ്മൾ മനസ്സിലാക്കി, ഒരു ഇജാക്കുലേഷൻ സമയത്ത് മില്യൺസ് ഓഫ് സ്പേംസ് ആണ് ഫീമെയിൽ ജെനൈറ്റൽ ട്രാക്റ്റിനകത്തേക്ക് എത്തുന്നത്. അതിൽ ഒരു സിംഗിൾ സ്പേം ആണ് എഗ്ഗുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുന്നത്. ധാരാളം സ്പേംസ് എത്തും. അതിൽ ഏറ്റവും മൊട്ടിലിറ്റി കൂടിയ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള സ്പേം ആണ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നത്. ആ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഓവത്തിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് സറൗണ്ട് ചെയ്തുകൊണ്ട് കാണുന്ന ഒരു മെംബ്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. ദാറ്റ് മെംബ്രെയിൻ ഈസ് നോൺ എസ് സോണ പെല്ലൂസിഡ. ഈ സോണ പെല്ലൂസിഡ ലെയറിന് ഒരു ചേഞ്ച് ഉണ്ടാവുകയും അതൊരു ഫെർട്ടിലൈസേഷൻ മെംബ്രെയിൻ ആയിട്ട് മാറുകയും ചെയ്യും. സോണ പെല്ലൂസിഡ ലെയറിന് ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടായിട്ട് അതൊരു ഫെർട്ടിലൈസേഷൻ മെംബ്രെയിൻ ആയിട്ട് മാറും. എന്തിനാണെന്നറിയാവോ? പിന്നെ മറ്റ് സ്പേംസ് ഒന്നും ഇതിനകത്തോട്ട് കടക്കാൻ പാടില്ല. ഒരു സിംഗിൾ സ്പേം മാത്രമേ ഇതിനകത്തോട്ട് കടക്കാൻ പാടുള്ളൂ. അപ്പോൾ പോളിസ്പേമി എന്ന് പറയുന്ന പ്രോസസ്സ് ഒഴിവാക്കാനായിട്ട്, ഒന്നിലധികം സ്പേമോ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട്, ഫസ്റ്റ് സ്പേം കടന്നാൽ ഉടൻ തന്നെ ഇതെന്ത് ചെയ്യും? ഈ സോണ പെല്ലൂസിഡ ലെയർ കെമിക്കൽ ചേഞ്ച് ഉണ്ടായിട്ട് അതൊരു ഫെർട്ടിലൈസേഷൻ മെംബ്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യുകയും that induces the blocking the entry of additional sperms. Thus it ensures that only one sperm can fertilize an ovum. ഒരു സ്പേം മാത്രമേ ഒരു എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അത് എങ്ങനെയാണിത് പ്രിവെന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യുന്നത്? ആഫ്റ്റർ ദ എൻട്രി ഓഫ് ഫസ്റ്റ് സ്പേം, ദ സ്പോണ പെല്ലൂസിഡ ലെയർ ഹാസ് എ കെമിക്കൽ ചേഞ്ച്. ദിസ് കെമിക്കൽ ചേഞ്ച് will prevent the additional entry of sperms. The secretion of the acrosome helps the sperm enter into the cytoplasm of the ovum. നമുക്കറിയാം ഇവിടെ അക്രോസോം എന്നൊരു സ്ട്രക്ചർ ഉണ്ടല്ലേ. സ്പേമിന്റെ ഹെഡില് ഒരു ക്യാപ്പിലേക്ക് സ്ട്രക്ചർ ഉണ്ടെന്ന് പറഞ്ഞു, അക്രോസോം. ഈ അക്രോസോമിനകത്ത് ഫെർട്ടിലൈസേഷന് സഹായിക്കുന്ന ചില കെമിക്കൽസ് ഉണ്ടെന്ന് പറഞ്ഞു, ചില എൻസൈംസ് ഉണ്ടെന്ന് പറഞ്ഞു. ഹയാലൂറോണിഡേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. The acrosome help the sperm enter into the cytoplasm of the ovum through zona pellucida and the plasma membrane. അക്രോസോമിന്റെ സെക്രീഷൻ എന്തിനു സഹായിക്കുന്നു? സ്പേമിന് ഇതിനകത്തോട്ട് പെനിട്രേറ്റ് ചെയ്യാൻ. നേരത്തെ പറഞ്ഞു ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് കവർ ചെയ്തുകൊണ്ട് സോണ പെല്ലൂസിഡ ലെയർ ഉണ്ട്. ആ സോണ പെല്ലൂസിഡ ലെയറിനെ പെനിട്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈംസ് ആണ് സ്പേമിന്റെ ഹെഡിലെ ഈ ക്യാപ്പിലേക്ക് സ്ട്രക്ചറായ അക്രോസോമിനകത്തുള്ളത്. പ്ലാസ്മ മെംബ്രെയിനെയും സോണ പെല്ലൂസിഡ ലെയറിനെയും പെനിട്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈംസ് ആണ് അക്രോസോംസിനകത്തുള്ളത്. The entry of sperm induces the completion of second meiotic division and the second polar body is released. ഓർമ്മിക്കുക, നമ്മുടെ ഗമീറ്റോജെനിസിസില് ഓജെനിസിസ് പഠിച്ചപ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ടാവും. ഓജെനിസിന്റെ ഒരു ലോങ് പ്രോസസ് ആണെന്ന് പറഞ്ഞു. ആ ഒരു മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ആകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഫെർട്ടിലൈസേഷൻ സമയത്താണ്. The entry of sperm induces the completion of second meiotic division. അപ്പൊ ആ ഒരു സമയത്ത് സെക്കൻഡറി ഊസൈറ്റ് സ്റ്റേജിലാണ് ഓവറിയിൽ നിന്നും ഓവം റിലീസ് ചെയ്യുന്നത്.
സെക്കൻഡറി ഊസൈറ്റ് സ്റ്റേജിലാണ്. സെക്കൻഡറി ഊസൈറ്റും ഫസ്റ്റ് പോളാർ ബോഡിയും റിലീസ് ചെയ്യുന്ന സ്റ്റേജിലാണ് ഓവറിയിൽ നിന്നും ഓവം റിലീസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ സെക്കൻഡറി ഊസൈറ്റ് കംപ്ലീറ്റ് ആയിട്ടൊരു ഓവമായിട്ട് മാറണം. ഇത് എപ്പോഴാണ് മാറുന്നതെന്ന് ചോദിച്ചാൽ എപ്പോഴാണ് മാറുന്നത്? ആഫ്റ്റർ ദ എൻട്രി ഓഫ് സ്പേം ഇൻ ടു ദ ഓവം. അതാണ് അതിന്റെ സ്റ്റിമുലസ്. സ്പേം ഹെഡ് എഗ്ഗിനകത്ത് ഓവത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമാണ്, എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോൾ മാത്രമാണ് ഫീമെയിൽസിലെ ഓജനിസിസിലെ എന്ത് ചെയ്യുന്നത്? സെൽ ഡിവിഷൻ കംപ്ലീറ്റ് ആകുന്നത്. The entry of sperm induces the completion of second meiotic division and second polar body is released. അപ്പോഴാണ് സെക്കൻഡ് പോളാർ ബോഡി റിലീസ് ചെയ്യുന്നത്. The haploid nucleus of the sperm and ovum fuses to form diploid zygote. നമുക്കറിയാം രണ്ടും ഹാപ്ലോയിഡ് ആണ്. 23 ക്രോമസോംസ് ആണ് സ്പേമിലും ഉള്ളത് എഗ്ഗിലും ഉള്ളത്. ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടാകുന്നു. എന്ന് പറയുമ്പോൾ സ്പേം സെൽസിൽ എത്ര ക്രോമസോംസ് ഉണ്ട്? 23 ക്രോമസോംസ് ഉണ്ട്. എഗ് സെൽസിലും 23 ക്രോമസോംസ് ഉണ്ട്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സെല്ലില് സൈഗോട്ടില് 46 ക്രോമസോംസ് ആയിരിക്കും ഉണ്ടാവുക. The haploid nucleus of the sperm and ovum fuses to form the diploid zygote. അങ്ങനെ വീണ്ടും ക്രോമസോം നമ്പർ 46ലേക്ക് എത്തും. ഇനി എങ്ങനെയാണ് ഒരു ബേബിയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? കുഞ്ഞ് ആണാകണമോ പെണ്ണാകണമോ എന്ന് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് നോക്കാം. നമുക്കറിയാം the chromosome pattern in human female is XX and that in male is XY. നമുക്ക് 46 ക്രോമസോംസ് ഉണ്ട് അല്ലെ. അതിൽ 44 ക്രോമസോംസിനെ നമ്മൾ ഓട്ടോസോംസ് എന്ന് വിളിക്കും. 2 ക്രോമസോംസിനെ അലോസോംസ് അല്ലെങ്കിൽ സെക്സ് ക്രോമസോംസ് എന്ന് വിളിക്കും. അതില് മെയിൽസിലുള്ള സെക്സ് ക്രോമസോംസ് ആണ് എക്സ് ക്രോമസോംസ് എന്നും വൈ ക്രോമസോംസ് എന്നും പറയുന്നത്. ഇപ്പൊ മെയിൽസിലെ സെക്സ് ക്രോമസോംസ് ഡിഫറന്റ് ആണ്. ആ ഡിഫറന്റ് എക്സ് ക്രോമസോംസും വൈ ക്രോമസോംസും ആണുള്ളത്. ഗമീറ്റോജെനിസിസ് നടക്കുമ്പോൾ സ്പേം സെൽസിന് എക്സ് ക്രോമസോംസ് ആണ് കിട്ടുന്നതെങ്കിൽ അത് എക്സ് ക്രോമസോം ഉള്ള സ്പേം ആയിരിക്കും. വൈ ക്രോമസോം ആണ് കിട്ടുന്നതെങ്കിൽ വൈ ക്രോമസോം ഉള്ള സ്പേം ആയിരിക്കും. എന്നാൽ ഫീമെയിൽസിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ടൈപ്പ് സെക്സ് ക്രോമസോംസ് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് നോൺ ആസ് എക്സ് ക്രോമസോം. അപ്പൊ അതുകൊണ്ട് ഫീമെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവയില് ഒരേ ടൈപ്പ് ഓവയായിരിക്കും. എല്ലാ ഓവത്തിലും ഏത് മാത്രമേ കാണത്തുള്ളൂ? എക്സ് ക്രോമസോം ഉള്ള എഗ് മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ടാണ് ഫീമെയിൽ ഈസ് XX ആൻഡ് ദാറ്റ് മെയിൽ ഈസ് XY എന്ന് പറയുന്നത്. ഫീമെയിൽസ് പ്രൊഡ്യൂസ് ഗമീറ്റ്സ് വിത്ത് ഓൺലി എക്സ് ക്രോമസോംസ് ആൻഡ് മെയിൽ പ്രൊഡ്യൂസ് ഗമീറ്റ്സ് വിത്ത് എയ്തർ എക്സ് ഓർ വൈ ക്രോമസോംസ്. 50% of male gametes carry X chromosomes and 50% carry Y chromosomes. Male gametes അല്ലെങ്കിൽ sperm cells ഉണ്ടാകുന്നതിൽ പകുതി sperm cellsഉം X ഉള്ള chromosomes ഉള്ള sperm cells ആയിരിക്കും, പകുതി chromosomes Y chromosomes ഉള്ള sperm cells ആയിരിക്കും. If the X chromosome carrying sperm fuses with the X egg of the female, XX female is formed. If the Y chromosome carrying sperm fuses with the X egg of female, XY male will be formed. ആ രീതിയിലാണ് സെക്സ് ഡിറ്റർമിനേഷൻ നടക്കുന്നത്. എങ്ങനെയാണ്? എക്സ് ഉള്ള സ്പേം എക്സ് ഉള്ള എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്താൽ XX ഫീമെയിൽസ് ആയിരിക്കും. Y ഉള്ള സ്പേം സെൽസ് എക്സ് ഉള്ള എഗ്ഗുമായിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ XY മെയിൽ ആയിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? സ്പേം സെൽസിന്റെ ക്രോമസോമിന്റെ നേച്ചറാണ് സെക്സ് ഡിറ്റർമിനേഷൻ ചെയ്യുന്നത്. അതായത് മെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേം സെൽസ് എക്സ് ഉള്ള സ്പേം സെൽസ് ആണെങ്കിൽ അത് എക്സ് ഫീമെയിൽസ് ആയിട്ട് മാറും. ഇനി മെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈ ഉള്ള സ്പേം സെൽസ് ആണ് എക്സ് ഉള്ള എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നെങ്കിൽ അത് XY മെയിൽ ആയിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുക?
ഒരു കുഞ്ഞിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, കുഞ്ഞ് ആണാകണമോ മെയിൽ ആകണമോ ഫീമെയിൽ ആകണമോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫാദറിന്റെ സ്പേം സെൽസ് ആണ്. Thus, the sex of the baby is determined by the X and Y chromosome carrying sperms of the father. ഇനി അടുത്ത സെൽ ഡിവിഷൻ നോക്കാം, സൈഗോട്ടിന്റെ ഡിവിഷൻ നോക്കാം. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ സൈഗോട്ട് ബിഗിൻസ് ടു ഡിവൈഡ്. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോൾ സ്പേമും എഗ്ഗും തങ്ങളിൽ മീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോൾ ദ സൈഗോട്ട് ഡിവൈഡ് മൈറ്റോട്ടിക്കലി while it moves through the isthmus of the oviduct towards the uterus called cleavage. ആ സൈഗോട്ടിൽ നടക്കുന്ന സെൽ ഡിവിഷനെ വിളിക്കുന്ന പേരാണ് ക്ലീവേജ്. The cells formed after cleavage is known as blastomeres. Blastomeres. ഇപ്പോൾ സെൽ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സൈഗോട്ട് ആ ഓവിഡക്റ്റിനകത്തുകൂടെ മൂവ് ചെയ്യും. മൂവ്സ് ത്രൂ ദ ഇസ്മസ് ഓഫ് ദ ഓവിഡക്റ്റ് ടുവേർഡ്സ് ദ യൂട്രസ്. യൂട്രസിലേക്ക് മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ സെൽ ഡിവിഷനും ആരംഭിക്കും. സൈഗോട്ടിൽ നടക്കുന്ന സെൽ ഡിവിഷനെ വിളിക്കുന്ന പേരാണ് ക്ലീവേജ്. ക്ലീവേജിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോമിയേഴ്സ്. ദ സെൽസ് ഫോംഡ് ആഫ്റ്റർ ക്ലീവേജ് ഈസ് നോൺ as ബ്ലാസ്റ്റോമിയേഴ്സ്. ഇതിനെ വിളിക്കുന്ന പേര് ബ്ലാസ്റ്റോമിയേഴ്സ് എന്നാ വിളിക്കുക. 2, 4, 8, 16 ഡോട്ടർ സെൽസ് ആർ കാൾഡ് ബ്ലാസ്റ്റോമിയേഴ്സ്. അപ്പോൾ ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 2 എണ്ണം ആകുന്നു, 2 എണ്ണം ഡിവൈഡ് ചെയ്തിട്ട് 4 എണ്ണം ആകുന്നു, 4 8 ആകുന്നു, 8 16 ആകുന്നു. അപ്പൊ 16 സെല്ല് വരെയുള്ള സ്റ്റേജിൽ വരുന്ന സെൽസുകളെ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോമിയേഴ്സ്. ഇനി മോറുല എന്താണെന്ന് നോക്കാം. ദ എംബ്രിയോ വിത്ത് 8 to 16 ബ്ലാസ്റ്റോമിയേഴ്സ് ഈസ് കാൾഡ് മോറുല. 8 സെല്ല് മുതൽ 16 സെല്ല് വരെയുള്ള ബ്ലാസ്റ്റോമിയേഴ്സ് വരുന്ന സ്റ്റേജ്. ആ സ്റ്റേജില് ഒരു എംബ്രിയോ ഒരു ബോൾ ഓഫ് ടിഷ്യൂ ആസ്റ്റ് ഇങ്ങനെ ഇരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് മോറുല എന്ന് വിളിക്കുക. എംബ്രിയോ വിത്ത് 8 to 16 ബ്ലാസ്റ്റോമിയേഴ്സ് ഈസ് കാൾഡ് മോറുല. ഇനി ബ്ലാസ്റ്റോസിസ്റ്റ് എന്താ നോക്കാം. ദ മോറുല കണ്ടിന്യൂസ് ടു ഡിവൈഡ് ആൻഡ് ട്രാൻസ്ഫോംസ് ഇൻ ടു ബ്ലാസ്റ്റോസിസ്റ്റ്. അപ്പൊ മോറുല ഈ സ്റ്റേജിൽ നിന്നും അടുത്ത് എന്ത് ചെയ്യും? ഇതിനകത്തൊരു ക്യാവിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ്, അകത്തേക്ക് കുറെ സെല്ലിങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും. ആ സ്റ്റേജിൽ എത്തുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. ഈ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ ദ ബ്ലാസ്റ്റോമിയേഴ്സ് ഇൻ ദ ബ്ലാസ്റ്റോസിസ്റ്റ് ആർ അറേഞ്ച്ഡ് ഇൻ ടു ആൻ ഔട്ടർ ലെയർ കാൾഡ് ട്രോഫോബ്ലാസ്റ്റ് ആൻഡ് inner group of cells attached to trophoblast called the inner cell mass. ബ്ലാസ്റ്റോമിയേഴ്സിന്റെ 2 ടൈപ്പ് സെൽസ് നമുക്ക് ബ്ലാസ്റ്റോസിസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. ഔട്ടർ ലെയർ ഓഫ് സെൽസ്, ആ സെൽസിനെ വിളിക്കുന്ന പേര് ട്രോഫോബ്ലാസ്റ്റ്. ഔട്ടർ ലെയർ ഓഫ് സെൽസ് ആർ കാൾഡ് ട്രോഫോബ്ലാസ്റ്റ് ആൻഡ് an inner group of cells attached to trophoblast. And these cells are known as the inner cell mass. Outer layer ne trophoblast എന്നും inner group of cells നെ വിളിക്കുന്ന പേര് inner cell mass എന്നും വിളിക്കും. The trophoblast layer then gets attached to the endometrium and the inner cell mass gets differentiated as the embryo. ഈ സെൽസുകളുടെ ഫേറ്റ് എന്താണ്, അടുത്ത് എന്താണ് ഇതിന് മാറ്റം സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ട്രോഫോബ്ലാസ്റ്റ് ലെയർ എന്ത് ചെയ്യും? ഗെറ്റ് അറ്റാച്ച്ഡ് ടു ദ എൻഡോമെട്രിയം. അപ്പൊ ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജിലാണ് ഇംപ്ലാന്റേഷൻ എന്ന പ്രോസസ് നടക്കുന്നത്. യൂട്രസിനകത്തേക്ക് ഈ എംബ്രിയോ വന്ന് അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഇംപ്ലാന്റേഷൻ പ്രോസസ് നടക്കുമ്പോൾ ഈ ബ്ലാസ്റ്റോസിസ്റ്റിലെ ട്രോഫോബ്ലാസ്റ്റ് സെൽസ് ആണ് എൻഡോമെട്രിയത്തിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ഈ ഇന്നർ മാസ് സെല്ലാണ് ആക്ച്വൽ കുഞ്ഞായിട്ട് മാറുന്നത്, ചൈൽഡായിട്ട് മാറുന്ന സെൽസ്. ഈ ഇന്നർ സെൽ മാസ് ആണ്. ഇന്നർ സെൽ മാസ് ഗെറ്റ്സ് ഡിഫറൻഷിയേറ്റഡ് ആസ് ദ എംബ്രിയോ. ഓർക്കുക, ഇപ്പൊ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ആംബുലറി ഇസ്തമിക് ജംഗ്ഷനിൽ വെച്ചിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ഈ ഫെർട്ടിലൈസ്ഡ് എഗ് അഥവാ സൈഗോട്ട് എന്ത് ചെയ്യും? ഈ ഇസ്മസിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്യും.
ഇസ്മസിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അത് 2 സെൽഡ് സ്റ്റേജ്, 8 സെൽഡ് സ്റ്റേജ്, 16 സെൽഡ് സ്റ്റേജിലൊക്കെ എത്തും. അപ്പോൾ 8 to 16 സെൽഡ് സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് മോറുല. അപ്പൊ മോറുല കഴിഞ്ഞിട്ട് ആ സെല്ല് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ട് ട്രോഫോബ്ലാസ്റ്റും ഇന്നർ സെൽമാസും ഉള്ള ഒരു സ്ട്രക്ചറിലേക്ക് എത്തും. അതിനെ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. ആ ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജിലാണ് എന്ത് നടക്കുക? ഇംപ്ലാന്റേഷൻ നടക്കുക. അപ്പോൾ ഈ ഓവിഡക്റ്റിന്റെ ആംബുലറി ഇസ്മിക് ജംഗ്ഷനിൽ നിന്നും യൂട്രസിലേക്ക് എത്തുന്ന സമയത്ത് ഇത് എന്ത് സ്റ്റേജിലേക്ക് മാറിയിരിക്കും? ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജിലേക്ക് മാറിയിരിക്കും. After attachment, the uterine cells divide rapidly and cover the blastocyst. നോക്കൂ, ഫിഗറിൽ നമുക്ക് ഒന്നുകൂടെ കാണാം. ഇത് മൂവ് ചെയ്ത് സൈഗോട്ട് മൂവ് ചെയ്ത് മോറുല ഇവര് 4 ദിവസമൊക്കെ എത്തുമ്പോഴാണ് അവര് മോറുലയായിട്ട് മാറുന്നത്. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് ഒരു 4 days ഒക്കെ കഴിയുമ്പോൾ അത് മോറുലയായിട്ട് മാറും. ഒരു 7 days കഴിയുമ്പോൾ അതൊരു ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജിലേക്ക് എത്തും. ആ ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അത് ഇംപ്ലാന്റേഷന് വിധേയമാകും. ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? ദ യൂട്രൈൻ സെൽസ് ഡിവൈഡ് റാപ്പിഡ്ലി. യൂട്രസിൽ വന്ന് ഇതിങ്ങനെ വന്ന് അറ്റാച്ച് ചെയ്താൽ ഉടൻ തന്നെ ഈ യൂട്രൈൻ സെൽസ് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യാൻ ആരംഭിക്കും. ഡിവൈഡ് ചെയ്തിട്ട് ഈ പിക്ചറിൽ നോക്കൂ, ഈ ബ്ലാസ്റ്റോസിസ്റ്റിനെ ഈ യൂട്രൈൻ സെൽസ് അങ്ങ് കവർ ചെയ്യും. അതുകൊണ്ടങ്ങ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കവർ ചെയ്യും. As a result, the blastocyst becomes embedded in the endometrium. എൻഡോമെട്രിയത്തിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് അകത്തേക്കങ്ങാകും. This is called implantation and it leads to pregnancy. അപ്പൊ ഈ രീതിയിൽ ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ അതെന്തായിട്ട് മാറും? ബ്ലാസ്റ്റോസിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തപ്പെട്ട് അത് പിന്നെ ഒരു പ്രഗ്നൻസിയിലേക്ക് ലീഡ് ചെയ്യും. അപ്പൊ ഈ രീതിയിലുള്ള ഇംപ്ലാന്റേഷൻ നടന്നില്ലെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യും? ഈ ഇവിടെ എത്തുന്ന സമയത്തല്ല ഇത് ബ്ലാസ്റ്റോസിസ്റ്റ് ഫോം ചെയ്യുന്നത്. ഓർക്കൂ, ഇപ്പൊ ഈ ഒരു ഓവം റിലീസ് ചെയ്ത് ഇവിടെ ആംബുലറി ഇസ്മിക് ജംഗ്ഷനും കഴിഞ്ഞ് ഇത് ഇവിടെ എത്തി യൂട്രസിനകത്തേക്ക് എത്തിയ സമയത്താണ് ആ ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് നടന്നിട്ട് എന്ത് ചെയ്യുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നതെന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കുക? ആ ഫെർട്ടിലൈസ് ചെയ്ത സൈഗോട്ട് ഇംപ്ലാന്റേഷന് വിധേയമാകില്ല. കാരണം ഇംപ്ലാന്റേഷന് വിധേയമാകണമെങ്കിൽ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞൊരു 7 ദിവസമെങ്കിലും കഴിയണം. 7 ദിവസമെങ്കിലും കഴിയണം. എന്നാൽ മാത്രമേ അത് യൂട്രസിൽ എത്തുമ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജിൽ എത്തുകയുള്ളൂ. അപ്പൊ യൂട്രസിനകത്ത് വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതെങ്കിൽ അത് കുഞ്ഞുണ്ടാകാൻ സാധ്യതയില്ല. അതുപോലെ ഇവിടെ വെച്ചാണ് യൂട്രസിന് ജസ്റ്റ് മുമ്പ് വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, എന്നാലും എന്തില്ല, സാധ്യതയില്ല. കാരണം എന്താണ്? ഈ ഒരു 7 ദിവസം കഴിയണം ഫെർട്ടിലൈസ് ചെയ്ത സൈഗോട്ട് ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറാൻ. എന്നാൽ മാത്രമേ അവിടെ എന്ത് ചെയ്യുള്ളൂ? ഇംപ്ലാന്റേഷൻ എന്ന പ്രോസസ്സ് നടക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ നടന്നാൽ മാത്രമേ അത് എഫക്റ്റീവായിട്ട് പ്രഗ്നന്റ് ആയിട്ട് പ്രഗ്നൻസിയിലേക്ക് അത് ലീഡ് ചെയ്യുകയുള്ളൂ. നമുക്ക് ആ പറഞ്ഞ ടേംസ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ക്ലീവേജ് ഈസ് ദ റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻ ഓഫ് ദ സൈഗോട്ട്. ക്ലീവേജ് എന്ന് പറയുമ്പോൾ എന്താണ്? സൈഗോട്ടിൽ നടക്കുന്ന മൈറ്റോട്ടിക് ഡിവിഷനെ വിളിക്കുന്ന പേരാണ് ക്ലീവേജ്. ബ്ലാസ്റ്റോമിയേഴ്സ് ആർ ദ സെൽസ് ഫോംഡ് ഡ്യൂറിംഗ് ക്ലീവേജ്. ക്ലീവേജിന്റെ ഫലമായിട്ടുണ്ടാകുന്ന സെൽസിനെ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോമിയേഴ്സ്. മോറുല, the embryo with 8 to 16 celled stage is called morula. Trophoblast, outer layer of blastocyst is known as trophoblast. Inner cell mass, inner group of cells attached to the trophoblast. Cleavage എന്ന് പറയുന്നത് സൈഗോട്ടിൽ നടക്കുന്ന മൈറ്റോട്ടിക് ഡിവിഷൻ ആണ് ക്ലീവേജ്. ക്ലീവേജിന്റെ ഫലമായിട്ടുണ്ടാകുന്ന സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോമിയേഴ്സ്. എംബ്രിയോ വിത്ത് 8 to 16 സെൽഡ് സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് മോറുല. ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ഔട്ടർ ലെയറിനെ വിളിക്കുന്ന പേരാണ് ട്രോഫോബ്ലാസ്റ്റ്. ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ഇന്നർ ഗ്രൂപ്പ് ഓഫ് സെൽസിനെ വിളിക്കുന്ന പേരാണ് ഇന്നർ സെൽ മാസ്. For video lessons, please subscribe TLP's biology classes. Thank you.